ഇടുക്കി കാരിക്കോട് സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരിയെ പിരിച്ചുവിട്ട നടപടിയിൽ മൗനം തുടർന്ന് ബാങ്ക് ഭരണസമിതി. CPM നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്കാണ് സ്വീപ്പർ ജോലിക്കാരിയായ നിസ ഷിയാസിനെ പിരിച്ചുവിട്ടത്. 15-കാരനായ നിസയുടെ മകൻ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിന്റെ പേരിലായിരുന്നു പ്രതികാര നടപടി വന്നത്. ജെയിനസ് രാജു ചേരുന്നുണ്ട്. ജെയിൻ, അങ്ങേയറ്റം പരമ കഷ്ടമാണ്. ഒരു നേതാവ്, ഈ പറയുന്ന വ്യക്തിയല്ല നേരിട്ട് ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി മത്സരിച്ചു എന്ന വാദം ശരിയാണെങ്കിൽ നമുക്ക് ആ നിലയിൽ വ്യാഖ്യാനിച്ചാൽ അവരുടെ മകൻ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഏത് രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുക. അതിൻ്റെ പേരിൽ ഒരു പ്രതികാര നടപടി, ആ ജീവിതത്തിൽ അവരുടെ കുടുംബം പുലർത്താനുള്ള ഏക വരുമാനം കൊട്ടി അടയ്ക്കപ്പെടുമ്പോൾ എന്താണ് ഈ നേതാക്കളുടെയൊക്കെ പ്രതികരണം വരുന്നത്? ജെയിൻ, പ്രജീഷ്, ഇതൊരു സാധാരണ സ്ത്രീക്ക് നേരെ നടന്നിരിക്കുന്ന അനീതിയാണ്. ഇത് അവിടെ സഹകരണ ബാങ്കിലെ ഒരു താൽക്കാലിക ജീവനക്കാരിയാണ്. ഏത് സമയത്തും അവരുടെ ജോലി നഷ്ടപ്പെടാൻ സാധ്യത, ജോലി സുരക്ഷയില്ലാത്ത ഒരു ജോലി തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ 6 വർഷമായിട്ട് അവരവിടെ ജോലി ചെയ്യുന്നു. വെറും 5000 രൂപയാണ് ശമ്പളമുള്ളത്. ആ ശമ്പളത്തിൽ നിന്നുള്ള തുച്ഛമായിട്ടുള്ള 5000 രൂപ കൊണ്ടാണ് ആ കുടുംബം പോകുന്നത്. ഇത്തവണ അവരുടെ മകൻ പ്രായപൂർത്തിയായിട്ടില്ല, 16 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി, അത് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങി. ആ സമയത്ത് CPMൻ്റെ ചില നേതാക്കൾ അവരോട് ആവശ്യപ്പെട്ടു, മകനെ നിയന്ത്രിക്കണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ ഇവരത് അനുസരിച്ച് മകനോട് പറഞ്ഞു, ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്, അപ്പോൾ ഇത്തരം രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയാൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയാൽ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് അവർ പറഞ്ഞു. പക്ഷേ നമുക്കറിയാം, 16 വയസ്സുള്ള ഒരു കുട്ടിയാണ്. നമുക്കറിയാം, വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ തുടങ്ങുന്ന ഒരു സമയമാണ്. സ്വന്തം രാഷ്ട്രീയം എന്താണെന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രായം ആ കുട്ടിക്കായിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ രാഷ്ട്രീയം തിരഞ്ഞെടുക്കുകയാണ്. അത് സ്വതന്ത്രമായി തിരഞ്ഞെടുക്കേണ്ട ഒരു വിഷയമാണല്ലോ. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്ത് അവൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയപ്പോഴാണ് തിരഞ്ഞെടുപ്പ് ഫലം വന്നത്. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ CPMന് സ്വാധീനമുള്ള ഒരു മേഖലയായിരുന്നു. പക്ഷേ അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചു. ഇതോടുകൂടിയാണ് ഒരു പ്രതികാര നടപടി എന്ന നിലയിൽ ഈ നിസ ഷിയാസ് എന്ന വീട്ടമ്മയെ പിരിച്ചുവിടുന്നത്. അവരോട് 28-ാം തീയതി പറഞ്ഞു, 31-ാം തീയതി മുതൽ നിങ്ങൾക്ക് ഇവിടെ ജോലിയില്ല, നിങ്ങൾ പിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. ഇത് കേട്ട് ഇവർ ഓടി CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമടക്കമുള്ളവരെ ചെന്ന് സമീപിച്ചു. ഏതെങ്കിലും രീതിയിൽ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യണം എന്ന് ആവശ്യപ്പെടാൻ. ഇതനുസരിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിങ്ങളെ പിരിച്ചുവിടുമ്പോൾ അയാളുടെ മേൽ എന്തെങ്കിലും കുറ്റകരമായ കാര്യങ്ങൾ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിലൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കണ്ടെത്തലുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ അതൊന്നുമില്ലാതെ ഒരാളെ അങ്ങനെ പിരിച്ചുവിടാൻ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ. കാരണം സ്ത്രീ സുരക്ഷ സംബന്ധിച്ചും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാർ എന്ന വീമ്പ് പറച്ചിലല്ലല്ലോ ഇവിടെ വേണ്ടത്. അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിൻ്റെ ഭാഗത്തു നിന്നാണ് അങ്ങേയറ്റത്തെ ഹീനമായൊരു നടപടി വരുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ ഇനിയുള്ള മറ്റ് ഓപ്ഷൻസ് ഈ പിരിച്ചുവിടപ്പെട്ട ആൾക്കും ഈ പ്രതികരണം അല്ലെങ്കിൽ എവിടെയൊക്കെ തന്നെ പ്രതികരണം ആരായുമ്പോൾ ഈ നേതാക്കൾക്ക് എന്ത് പറയാൻ കഴിയുന്നുണ്ട് ജില്ലയിലെ? അല്ല, ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം ഇവരുടെ ജോലി തൃപ്തികരമല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 6 വർഷമായി അവർ അവിടെ ജോലി ചെയ്യുന്നു. ഈ 6 വർഷത്തിനിടയിൽ ഈ ഘട്ടത്തിൽ മാത്രം അവരുടെ ജോലി തൃപ്തികരമല്ലാതായി മാറുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യം പ്രസക്തമാണ്. ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് അവരെ പിരിച്ചുവിട്ടിരിക്കുന്നത്. വാക്കാൽ നിർദ്ദേശിക്കുകയായിരുന്നു. അവർക്ക് അങ്ങനെ ക്ലെയിം ചെയ്യാൻ, ഒരു താൽക്കാലിക ജോലി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരു തൊഴിൽ എന്ന നിലയിൽ അവരുടെ അവകാശങ്ങൾ ഉന്നയിക്കാനുള്ള പരിമിതികളുണ്ട്. ആ യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പക്ഷേ ഒരു മാനുഷിക പരിഗണന ആ സ്ത്രീക്ക് നൽകേണ്ടതായിരുന്നു. ഒരു പ്രായപൂർത്തിയാകാത്ത മകനുള്ള സിംഗിൾ മദറാണ്. അവരുടെ ഭർത്താവ് 11 വർഷം മുമ്പ് മരിച്ചു പോയതാണ്. ഈ ഒരു വരുമാനം കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവർ ഒരു പാർട്ടി പ്രവർത്തകൻ്റെ ഭാര്യയാണ്. അവരുടെ മകൻ മറ്റേത് രാഷ്ട്രീയം പിന്തുടർന്നാലും അവരിപ്പോൾ ആ രാഷ്ട്രീയം പിന്തുടരുകയായിരുന്നു. ആ സമയത്ത് ഇത്തരത്തിലും ഒരു പ്രതികാര നടപടി അത് തീർച്ചും കണ്ണില്ലാത്ത ഒരു നടപടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായും അങ്ങനെ കേവല വോട്ടിന് വേണ്ടി ഇങ്ങനെ ഹീനമായ പ്രവർത്തികൾ, മറ്റൊരു വാക്കാണ് മുഖ്യമന്ത്രി ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊരു കാര്യത്തിലേക്ക് അവിടുത്തെ ഇടുക്കിയിലെ ആളുകൾ പോകാതിരിക്കട്ടെ. പരിഗണന വേണം, മാനുഷിക പരിഗണന വേണ്ട ഒരു വിഷയമാണ്. ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.